ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് അല്ലേ സോണിങ് കൊണ്ടുവന്നു. ഓക്കെ, ഒരു 7 നമ്പേഴ്സ് ഉണ്ട് സോൺ സെറ്റ്സ് എന്ന് പറയുന്നത്, മീൻസ് സോണിങ്. ഓക്കെ, അപ്പം സോൺ എ അഡ്മിനിസ്ട്രേറ്റർ, സോൺ ബി ഫയർവാൾ, സോൺ സി സ്വിച്ച് ആക്സസ് കൺട്രോൾ സ്വിച്ച്, സോൺ ഡി host switch, zone E switch to switch or router, then zone F distance extension, zone G switch to storage. Okay, ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് സോൺ സെക്ഷൻസും ആ സോൺ സെക്ഷൻസിൻ്റെ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസും നമ്മൾ ഇന്നലെ പറഞ്ഞു. ഓക്കെ, പിന്നെ it also include LUN masking and zoning, switch wide and fabric wide access control, RBAC, role-based access control, and logical partitioning of fabric, that means virtual SAN. Okay, ഇത് ഇന്നലെ കണ്ടിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നാസ്. നാസിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഹലോ, ഇന്നലെ ചോദിച്ചായിരുന്നു, ഉത്തരം പറഞ്ഞായിരുന്നു, എന്നാലും ഒന്നുകൂടി ചോദിക്കാണ്. നാസിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? Network attached storage, and a NAS device is optimized for file sharing. അല്ലേ? അപ്പം അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഈ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻസിലേക്ക് പോവാം. ഓക്കെ, സോ അവിടെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് കമ്പോണൻസ്, NAS ഹെഡ് ഉണ്ടാവും, പിന്നെ സ്റ്റോറേജ് ഡിവൈസും കൂടി ഉണ്ടാവും. ഓക്കെ, സ്റ്റോറേജ് അറേ. ഓക്കെ, സോ NAS ഹെഡർ നമുക്ക് വീണ്ടും ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. CPU and memory, one or more NICs, network interface card, an optimized operating system for managing NAS functionality, NFS and CIFS protocols for file sharing, then industry standard storage protocols. Okay, so ഇങ്ങനെയാണ് എന്നിട്ടുള്ളത്. അപ്പം ചില ഇംപ്ലിമെൻറ്റേഷൻസിൽ ഈ സ്റ്റോറേജ് അറേ ഹെഡറിന് ഡിഫറെൻ്റ് ആയിരിക്കും, ഔട്ടർ ആയിട്ടായിരിക്കും, എക്സ്റ്റേണൽ ആയിട്ടായിരിക്കും സ്റ്റോറേജ് അറേ കണക്ട് ചെയ്യുന്നത്. ചിലതിൽ ഹെഡറും സ്റ്റോറേജ് അറേയും ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ഫ്രെയിം. ഓക്കെ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇംപ്ലിമെൻറ്റേഷൻസ് രണ്ട് തരത്തിലുണ്ട്, ഗേറ്റ് വേ ആൻഡ് ഇൻ്റഗ്രേറ്റഡ്. ദെൻ ഫയൽ ഷെയറിംഗ് പ്രോട്ടോകോൾസ്, NFS ആൻഡ് CIFS. NFS യൂണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നു, ആൻഡ് CIFS is used in Microsoft Windows based operating environments. Okay, so NFS and CIFS ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. NFS കൂടുതലും UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ connectionless user datagram protocol, and CIFS based on TCP. Okay, നമ്മളതൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻസിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, സോ NAS is open to multiple exploits, including viruses, worms, unauthorized access, snooping, and data tampering. Usually കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെ. So various security mechanisms are implemented in NAS to secure data and the storage networking infrastructure. Okay, permissions and ACLs form the first level of protection to NAS resources by restricting accessibility and sharing. These permissions are deployed over and above the default behaviors and attributes associated with files and folders. In addition, various other authentication and authorization mechanisms such as Kerberos and directory services are implemented to verify the identity of network users and define their privileges.
Okay. Then Kerberos is a network authentication protocol. It is designed to provide strong authentication for client or server applications by using secret key cryptography. Similarly, firewalls are used to protect the storage infrastructure from unauthorized access and malicious attacks. Okay, അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള അറ്റാക്സ് എങ്ങനെയൊക്കെയാണ്, മൾട്ടിപ്പിൾ എക്സ്പ്ലോയ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടു. ആൻഡ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നുള്ളതും കണ്ടു. പെർമിഷൻസ് ആൻഡ് ACS ഫസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. ദെൻ വേറെ ഒതൻറ്റിക്കേഷൻ ആൻഡ് ഒതൻറ്റിക്കേഷൻ മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫയർ വാൾസ്. ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ അതിൻ്റെ ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. NAS ഡിവൈസസ്. ഓക്കെ, യുണിക്സ് ക്ലയൻറ്റിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? CFS ആണോ NIFS ആണോ? ഹലോ, നാസിൻ്റെ പ്രോട്ടോകോൾസ്, ഫയൽ ഷെയറിംഗ് പ്രോട്ടോകോൾസ് 2 ഉണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു? NIFSഉം CIFSഉം ആണോ? ഓക്കെ, ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? NFS ആൻഡ് CIFS. ഞാൻ NIFS എന്നാണോ പറഞ്ഞിരുന്നത്? സോറി കേട്ടോ. NFS ആൻഡ് CIFS ആൻഡ് NS is for യുണിക്സ് അല്ലേ? യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ NFS പ്രോട്ടോക്കോളും ദെൻ വിൻഡോസിൽ CIFSഉം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഡയഗ്രാത്തിൽ നമുക്ക് യുണിക്സ് എൻവയോൺമെൻറ്റും വിൻഡോസ് എൻവയോൺമെൻറ്റും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം NIS സെർവറിൽ യുണിക്സ് ഒതൻറ്റിക്കേഷൻ അതുപോലെ തന്നെ വിൻഡോസ് ഒതൻറ്റിക്കേഷൻ നടക്കും. അതിനുശേഷമാണ് NIS ഡിവൈസസ് ആക്സസ് ചെയ്യുക. ഓക്കെ, NIS ഡിവൈസും അതുപോലെ തന്നെ സ്റ്റോറേജ് അറയൊക്കെ ഈ ഒരു ഒതൻറ്റിക്കേഷന് ശേഷം മാത്രമാണ് ആക്സസ് ചെയ്യുക. ഓക്കെ, then authorization defines user privileges in a network. The authorization techniques for Unix users and Windows users are quite different. Unix files use mode bits to define access rights granted to owners, groups, and other users, whereas Windows uses an ACL to allow or deny specific rights to a particular user for a particular file. Okay. സോ യുണിക്സ് ഫയൽസ് മോഡ് ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിൻഡോസ് യൂസേഴ്സ് ACL എന്ന് പറഞ്ഞാൽ ആക്സസ് കൺട്രോൾ ലിസ്റ്റ്. ഓക്കെ, ആക്സസ് കൺട്രോൾ ലിസ്റ്റ്. ഓക്കെ, സോ ഓൾദോ NAS devices support both of these methodologies for Unix and Windows users, complexities arise when Unix and Windows users access and share the same data. ഓക്കെ, രണ്ടും യുണിക്സ് OSഉം അതുപോലെ തന്നെ വിൻഡോസ് OSഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി രണ്ടിലെയും മീൻസ് യുണിക്സ് യൂസേഴ്സും വിൻഡോസ് യൂസേഴ്സും സെയിം ഡാറ്റ ആക്സസ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് കോംപ്ലക്സിറ്റീസ് ഉണ്ടാകും. ഓക്കെ, ഇഫ് the NAS device supports multiple protocols, the integrity of both permission methodologies must be maintained. Okay. So, NAS, security implementations in NAS, ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അപ്പം ഈ ഇംപ്ലിമെൻറ്റേഷൻസ് ചോദിക്കുന്ന സമയത്ത് ഏത് സാൻ ആർക്കിടെക്ചർ മാത്രം വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ നാസ് ആകാം, ചിലപ്പോൾ IP സാൻ ആകാം, ചിലപ്പോൾ മൂന്നും ചോദിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പം ഏത് സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻസ് ചോദിച്ചാലും ഡയഗ്രാം മസ്റ്റാണ്.
അതുപോലെ തന്നെ ഈ പി പി ടിയിലുള്ള എല്ലാ പോയിന്റ്സും മസ്റ്റ് തന്നെയാണ്. വേണ്ട പോയിന്റ്സ് മാത്രമേ പി പി ടിയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡിഫൻസ് ഇൻ ഡെപ്ത് കൺസെപ്റ്റ് പറയാം, മൾട്ടിപ്പിൾ ഇൻ്റഗ്രേറ്റഡ് ലെയർ ഓഫ് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ള ത്രെറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഓക്കെ, ദെൻ ഈ ഒരു കാര്യം ഡയഗ്രാം മസ്റ്റ് ആണ്. 7 സോൺസ്, ആ 7 സെക്യൂരിറ്റി സോൺസും അതിൻ്റെ പ്രൊട്ടക്റ്റഡ് സ്ട്രാറ്റജീസും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ വേറെയും യൂസ് ചെയ്യുന്ന വേറെ മെക്കാനിസംസും പറഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യെങ്കിലും ചെയ്തിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, നാസിലും അതുപോലെ തന്നെ നാസിൻ്റെ ഈ കാര്യങ്ങൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു, പോസിബിൾ ആയിട്ടുള്ള അറ്റാക്സ് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് പറയാം. ദെൻ പെർമിഷൻസ് ആൻഡ് ACLs ഫസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അഡീഷണൽ ആയിട്ടുള്ള വേറെ ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ മെക്കാനിസം, അതിൽ കെർബറോസ് എന്താണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് പറയുക. ഓക്കെ, സീക്രട്ട് കീ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം. ദെൻ ഫയർ വാൾസ് ടു പ്രൊട്ടക്ട് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ, അതും പറയുക. ദെൻ നമ്മുടെ ഈ ഒരു ഡയഗ്രാം. ദെൻ യൂണിക്സും വിൻഡോസും ഇങ്ങനെ സെപ്പറേറ്റ് OS നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറയാം. എപ്പോഴാണ് യൂണിക്സ് എങ്ങനെയാണ് മോഡ്ബിറ്റ്സ് വെച്ചിട്ടാണ് ആക്സസ് റൈറ്റ് പറയുന്നത്, whereas Windows uses ACL, access control link to allow, access control list to allow or deny specific rights to a particular user for a particular file. ഓക്കെ, പിന്നെ എപ്പോഴാണ് കോംപ്ലക്സിറ്റീസ് വരുന്നത്, ഇങ്ങനെ വിൻഡോസും യൂണിക്സും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് കോംപ്ലക്സിറ്റീസ് വരുന്നത്, എപ്പോഴാണ് while this Windows users and Unix users access and share the same data. ഓക്കെ, അതുപോലെ തന്നെ if the NAS device support multiple protocols, then integrity of both permission methodologies must be maintained. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? സാനും നാസും റെസ്പോണ്ട് ചെയ്തേ? ഓക്കെ, ഇനി ലാസ്റ്റ് ഇംപ്ലിമെന്റേഷൻ വരുന്നത്, സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻ വരുന്നത് IPSAN ആണ്. IPSAN എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു ഫുൾ ഫോം, എന്തായിരുന്നു IPSAN? IPSAN ഫുൾ ഫോം എന്തായിരുന്നു? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ഹലോ, IPSAN ഫുൾ ഫോം എന്തായിരുന്നു? മറന്നാ? ഹലോ, പിള്ളേരെ റെസ്പോണ്ട് ചെയ്തേ. IPSAN ഫുൾ ഫോം എന്തായിരുന്നു? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, IPSAN നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട്? രണ്ട് പ്രൈമറി പ്രോട്ടോകോൾസ്, FCIP ആൻഡ് ISCSI അല്ലേ? FCIP ഫൈബർ ചാനൽ ഓവർ IP. ഓക്കെ, രണ്ടും കുറേ ടോപ്പോളജീസ്, ഫ്രെയിം, പ്രോട്ടോകോൾ സ്റ്റാക്ക് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കമ്പോണൻസ് ഓഫ് ISCSI. ഓക്കെ, അപ്പോൾ ഇനിഷ്യേറ്റർ, ഗേറ്റ്വേ, IP based network. Gateway means target അല്ലേ? ISCSI initiator, ISCSI target, then IP based network. ഇത് മൂന്നായിരുന്നു നമ്മുടെ കമ്പോണൻസ് വരുന്നത്. ഓക്കെ, ടോപ്പോളജീസ് നേറ്റീവ് ആൻഡ് ബ്രിഡ്ജഡ്, പ്രോട്ടോകോൾ സ്റ്റാക്ക്, FCIP ക്കും സെയിം ആയിട്ട് തന്നെ
പറയുന്നുണ്ട്. അതിൻ്റെ ടോപ്പോളജി കാര്യങ്ങളൊക്കെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഓക്കെ. സോ FCIP മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? FC ഫ്രെയിമിനെ IP പാക്കറ്റ് ആയിട്ട് മാറ്റുന്നത് അല്ലേ? ആണോ? FCIP എൻകാപ്സുലേഷൻ, FC to IP. ഹലോ, ഓർമ്മയുണ്ടോ? പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. IPSAN നോക്കാം. സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻസ് ഇൻ IPSAN. റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. The Challenge Handshake Authentication Protocol (CHAP) is a basic authentication mechanism that has been widely adopted by network devices and hosts. Okay, ഈ CHAP എന്താന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, ഹാൻഡ്ഷേക്ക് ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? ഹാൻഡ്ഷേക്ക് ഓതന്റിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവില്ലേ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഹലോ. ഓക്കെ, അതെൻ്റെ ഡയഗ്രാം കാണുമ്പം ഓർമ്മ വന്നോളും. എവിടെയോ കണ്ട പോലെ ഒരു ഓർമ്മ വന്നോളും. ഓക്കെ, ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. ഓക്കെ, CHAP provides a method for initiators and targets to authenticate each other by utilizing a secret code or password. And CHAP secrets are usually random secrets of 12 to 128 characters. The secret is never exchanged directly over the wire. Rather, one-way hash function converts it into a hash value which is then exchanged. Okay, അപ്പോൾ ഈ സീക്രറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, one-way hash function. We use one-way hash functions which converts our message into a hash value and that hash value is exchanged. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം റിസീവർ ടാർഗറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡീക്രിപ്ഷൻ കൂടി നടക്കും. ഓക്കെ, hash function using the MD5 algorithm transforms data in such a way that the result is unique and cannot be changed back to its original form. Okay, ഒറിജിനൽ ഫോമിലേക്ക് വരൂല. ഓക്കെ, MD5 algorithm ഓൾറെഡി കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഓക്കെ, സോ CHAP authentication ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇനീഷ്യേറ്റർ ഇനീഷ്യേറ്റ്സ് എ ലോഗോൺ ടു ദ ടാർഗറ്റ്. ഓക്കെ, then അതിനുശേഷം CHAP challenge send to initiator by the target. Okay, then step 3 ആയിട്ട് takes shared secret calculates value using one-way hash function. Okay, hash value calculate ചെയ്തു. Okay, then returns hash value to target. അത് റിസീവ് ചെയ്തതിനു ശേഷം ഹാഷ് വാല്യൂ റിസീവ് ചെയ്തതിനു ശേഷം ടാർഗറ്റ് വിൽ കമ്പ്യൂട്ട് ദ എക്സ്പെക്റ്റഡ് ഹാഷ് വാല്യൂ ഫ്രം ദ ഷെയർഡ് സീക്രട്ട് ആൻഡ് കമ്പയർസ് ടു വാല്യൂ റിസീവ്ഡ് ഫ്രം ഇനീഷ്യേറ്റർ. ഓക്കെ, ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു? ഒന്നും കൂടി ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും ആൻഡ് ഈ ഇനീഷ്യേറ്റർ തന്ന ഹാഷ് വാല്യൂം കമ്പ്യൂട്ട് ചെയ്ത ഹാഷ് വാല്യൂം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, ഇഫ് വാല്യൂ മാച്ച് വാല്യൂസ്, ആ ഒരു ഹാഷ് വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്തതും റിസീവ് ചെയ്തതുമായിട്ടുള്ള ഹാഷ് വാല്യൂസ് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒതന്റിക്കേഷൻ അക്നോളജ്മെന്റ് ഇനീഷ്യേറ്റർക്ക് സെൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഹലോ, ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ. ഓക്കെ, ഇതുപോലത്തെ പ്രോട്ടോകോൾസ് ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇത് IPSAN യൂസ് ചെയ്യുന്ന CHAP authentication. ഓക്കെ, ഒന്നുകൂടി പറയാം. സ്റ്റെപ്പ് 1 initiates a logon to the target and CHAP challenge sent to the initiator by the target. Then step 3 takes shared secret calculates value using one-way hash function. Step 4 returns hash value to target. Step 5 target will compute
target computes the expected hash value from the shared secret and compares to value received from initiator. And as a set states, if value matches, then authentication acknowledged. Okay. Okay. If the initiator requires reverse CHAP authentication, the initiator authenticates the target by using the same procedure. The CHAP secret must be configured on the initiator and the target. A CHAP entry compromising the name of a node and the secret associated with the node is maintained by the target and the initiator. The same steps are executed in a two-way CHAP authentication scenario. After these steps are completed, the initiator authenticates the target. If both authentication steps successful, then data access is allowed. CHAP is often used because it is a fairly simple protocol to implement and can be implemented across a number of disparate systems. Okay. So, CHAP okay ആണെന്ന് വിചാരിക്കുന്നു. Next, ISNS discovery domains. Okay, ISNS discovery domain function in the same way as FC zones. FC zones, zoning already അറിയാവുന്നതാണ്. Okay, discovery domains provide functional groupings of device in an IP SAN. In order for devices, okay. In order for devices to communicate with one another, they must be configured in the same discovery domain. Okay, നമുക്ക് communicate ചെയ്യേണ്ട devices same discovery domain ആയിരിക്കണം. Okay, then state change notifications tell the ISNS server when devices are added or removed from the discovery domain. Okay, just അതിൻ്റെ ഒരു ഡയഗ്രാം ആണ്. നമ്മൾ സോണിങ് കണ്ട പോലെ തന്നെയാണ് ഈ ISNS ഡിസ്കവറി ഡൊമൈൻസും വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഡിവൈസ് ബി ആൻഡ് ഡിവൈസ് എ, ഹോസ്റ്റ് എ, ഹോസ്റ്റ് ബി, ഹോസ്റ്റ് സി. ഓക്കെ, അപ്പം ഓരോ ഡൊമൈൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ISNS ആണ്. Can be integral to the cloud or management station, management platform ഉണ്ട്. 2 ഡിസ്കവറി ഡൊമൈൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഒരു നമുക്ക് ഇപ്പൊ ബിയും സിയും communicate ചെയ്യണമെങ്കിൽ ആ host B and host C should be in the same discovery domain. Okay, അപ്പം ഈ ഡിസ്കവറി ഡൊമൈൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഹോസ്റ്റിനെ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ഈ സ്റ്റേറ്റ് ചേഞ്ച് നോട്ടിഫിക്കേഷൻസ് ആണ് ISNS സെർവറിനോട് പറയുന്നത്. ഓക്കെ, എപ്പോൾ ഡിവൈസസ് ആഡ് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? IP SAN റെസ്പോണ്ട് ചെയ്തേ? ഓക്കെ, ഓക്കെ. അപ്പൊ IP SANിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇംപ്ലിമെന്റേഷൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻസ് ഇൻ SAN, NAS, IP SAN. ഓക്കെ, സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഈ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ PPTസിൽ വെച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, SAN ആണെങ്കിൽ ഈ സോണിങ്സ് പറയണം, 7 സോൺസ് ഏതൊക്കെയാണെന്നുള്ള പറയണം, പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് പറയണം, ഏറ്റവും ആദ്യം എവിടെ നിന്നൊക്കെ നമുക്ക് അറ്റാക്സ് വരാം എന്നുള്ളതും പറയണം. ഓക്കെ, മൾട്ടിപ്പിൾ സെക്യൂരിറ്റി ലെയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് ഇൻ ഡെപ്ത് കൺസെപ്റ്റ് ആണ് എന്നുള്ളത് പറയണം. ഓക്കെ, നാസ് ആകുന്ന സമയത്തും സെയിം കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, വൈറസ്, ബോംസ് എന്ന് പറഞ്ഞിട്ട് എക്സെട്ര എന്നുള്ളത് പറയാം. ഓക്കെ, ഡയഗ്രാംസ് പറയാം. ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? ACLs ആൻഡ് പെർമിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെയും ഒതന്റിക്കേഷൻ ആൻഡ് ഒതന്റിക്കേഷൻ മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കർബറോസ് കുറച്ചൊന്ന് പറയാം. ഓക്കെ, ദെൻ ഫയർവാൾസ് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്. ഈ ഡയഗ്രാം ഒന്ന് പറയാം. ദെൻ CIFS ആൻഡ് NFS. ഓക്കെ, യുണിക്സ് ആൻഡ്
വിൻഡോസ് രണ്ടും യൂസ് ചെയ്യുന്ന സമയത്തുള്ള എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആക്സസ് റൈറ്റ്സ് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള പറയുക. അതിൽ യൂണിക്സ് ഫയൽസ് യൂസ് മോഡ് ബിറ്റ്സ് ഓക്കെ വിൻഡോസ് യൂസേഴ്സ് ആൻഡ് ACL. ഓക്കെ, കാര്യങ്ങൾ പറയാം. ഇത് രണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലക്സിറ്റീസ് പറയാം. ഓക്കെ, ദെൻ IPSAനിൽ മെയിൻ ആയിട്ട് വരുന്നത് ചാപ്പാണ്. ചാപ്പ് എന്താണെന്നുള്ളത് ഇങ്ങനെ തന്നെ ഒരു ഡയഗ്രാം വരച്ചിട്ട് പറയാം. ദെൻ ISNS ഡിസ്കവറി ഡൊമൈൻസ് പറയാം. ഓക്കെ ഓക്കെ, ഇത്രയും ഒക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ? ഓക്കെ, അപ്പം ഇത്രയും ആവുമ്പോൾ തന്നെ നമുക്ക് 6th മൊഡ്യൂളിന്റെ 50% ആയി കേട്ടോ. സെക്യൂറിംഗ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി. സെക്യൂരിറ്റി ടെർമിനോളജി, സെക്യൂരിറ്റി ഫ്രെയിംവർക്ക്, റിസ്ക് ട്രയാഡ്, സെക്യൂരിറ്റി ഡൊമൈൻസ്, ഇംപ്ലിമെന്റേഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് മാനേജിങ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഓക്കെ ഓക്കെ